ഈ നൽകുന്ന ടെസ്റ്റിനെ ക്രിസ്ത്യ പ്രമാണവും തിരുസഭയുടെ നിബന്ധനകൾ അനുസരിച്ച് വിവാഹം ചെയ്യുവാൻ സാക്ഷികൾ നിങ്ങൾ കേട്ടല്ലോ. കർത്താവിനോട് മകളായ ടെസ് ഈ നൽകുന്ന എവിനെ ക്രിസ്ത്യ പ്രമാണവും തിരുസഭയുടെ നിബന്ധനകൾ അനുസരിച്ച് വിവാഹം ചെയ്യുവാൻ സമ്മതമാണ്. സാക്ഷികൾ നിങ്ങൾ കേട്ടല്ലോ. വാസികളെ ആമോ ദീപിച്ചോ ഭക്തർ കരുളുക കരുണാവേ മശീഹ സന്തോഷം.
വധുവാക്കി പരിപാവന മരുവിരങ്ങൾ കൈക്കൊണ്ട് നാളവളം വാനവരും മാനവരും വാഴ്ത്തി ആടിയും കുരിശായ ആരാധ്യം മുറിയോറാഹേ പിതാവുന്ന പരിശുദ്ധമായ ദൈവമേ, സ്വർഗ്ഗത്തെയും ഭൂമിയും ഉയരത്തെയും ആഴത്തെയും അനുസരിച്ചതിന്റെ സമാധാനം അന്യോന്യം സമൃദ്ധമായിരുന്നേ ഞങ്ങളുടെ സഹോദരരെ സംയോജിപ്പിക്കണമേ. ഇവർ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുവാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാൻ തക്കവണ്ണം ഇവർക്ക് ഹൃദയം ഐക്യം നൽകണമേ. ഹോശോ ദൈവം വാഴ്ത്തി മാറിക്കുന്നോ സാരുമുഖി പാരം ലാഭിക്കും പ്രിയവൻ എന്നാടൻ 10,000 തൻപൂങ്കാസറായേ ശുഭ്രന്യാപൂവില്ലതയിൽ സോനൻ നൽകി തൈലത്തിൽ പ്രബലൗകാരതിൽ കാത്തിടുകി ദൈവസമൻ ഉന്നതനാമിവനെ നാം മാറ്റിയിരുന്നു. സോമൻകാദോസ് കുറിയേനായിസോ. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാനായി തീരണമേ. പ്രജാതികളുടെ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുക്കുകയും സകലവിധ കളങ്കങ്ങളിൽ നിന്നും അവളെ തന്റെ നിർമ്മല രക്തത്താൽ പൗത്രീകരിക്കുകയും ചെയ്ത സ്വർഗീയമാണ് സ്തുതി. അവൻ ഭൗമിക സഭയുമായി വാഗ്നിശ്ചയം ചെയ്ത് സ്വയം അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുക്കളുടെ ദാസ്യത്തിൽ നിന്നും അവളെ രക്ഷിച്ച് സർവവിധമായ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അവൾക്ക് മോചനം നൽകുകയും ചെയ്തു. തന്റെ സഭയുടെ വിവാഹത്തിന് സകല ജാതികളെയും സജാതികളെയും പ്രവാചകന്മാരെയും സ്ത്രീഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ച കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. അവന് സദാ സ്വർണ്ണമോദനങ്ങൾ
ആശീർവദിക്കപ്പെടുന്നതായ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാളുകളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബഹുകുലവന്യോ സ്വതഹായ കൊണ്ട് ദൈവോടെ അവളെ ഇറക്കി നീ ചെയ്തു. മഹത്വത്തിന്റെ നിലയങ്കി നീ അവളെ ധരിപ്പിച്ചു. വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അവൾക്ക് നീ വിവാഹ നിശ്ചയം ചെയ്ത് അവളെ നിന്റെ മണവാട്ടിയാക്കി തീർത്തു. ശത്രുവിന്റെ തലയെ ശക്തിയോടെ നീ ചവിട്ടി. ജയം നൽകുന്ന നിന്റെ ശരീരവും തിരുരക്തവും അവൾക്ക് നീ മോതിരമായി വെടിപ്പോടെ നൽകുകയും നിന്റെ സന്തോഷ രശ്മിയാലവളെ പ്രശോഭിക്കുകയും ചെയ്തു. ദൈവികരാഗത്താൽ അവളെ നിന്നോടുകൂടെ വസിപ്പിച്ച് വിശുദ്ധ സ്ത്രീകന്മാർ മുഖേന വരുവണയാക്കി. സ്ത്രീപുരുഷന്മാരുടെ വിവാഹ നിശ്ചയം മോതിരത്തിൽ കൂടെ നിവൃത്തിയാകണമെന്നും വിവാഹ നിശ്ചയം ചെയ്തവരുടെ ആനന്ദം മോതിരത്തിൽ കൂടെ പൂർണ്ണമാകണമെന്നും നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീന ദാസനായി ഞങ്ങൾ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ കരുണാപൂർവ്വം വാഴ്ത്തി ഇവരുടെ ബന്ധത്തെ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ വാഴ്ത്തി പ്രകാരം ദൈവികാശിഷുകളാൽ ഈ മോതിരങ്ങളെ വാഴ്ത്തണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായി മണവാളനും പുത്രിയായി മണവാട്ടി ജ്ഞാനത്തിൽ പരിപൂർണരായി തീരണമേ. ഇവർ നിന്റെ അനുഗ്രഹം പ്രാവശ്യം പ്രകീർത്തിക്കുകയും തിരുമുമ്പാകെ നിന്റെ പിതാവിനെ പരിശുദ്ധാത്മാവിനെയും ഇടവിടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. പരിപാവന സഭയിൽ മാനോകാദം വരണം ചെയ്തു. ഭവനാ വിവനായി ശീബോനേ സഭയെ അവസം രക്ഷിച്ചീരാകുമോ. വിശ്വസ്തേ സഭയെ നിന്നുള്ളിൽ ഭയദേശങ്ങൾ ദേശം വേണ്ട. ലോക
തനിക്ക് ആയുവാൻ നിശ്ചയം ചെയ്യുന്ന സത്യം നിന്റെ പ്രാവത്തിൻ മുൻപിൽ നിൽക്കുന്ന മധ്യസ്ഥതയിൽ നിന്റെ ദാസർ പരസ്പരം വിവാഹം നിശ്ചയം ചെയ്ത് നിന്നെ അവരുടെ ദാമ്പത്യത്തിന്റെ മധ്യസ്ഥനായി സ്വീകരിച്ചിരിക്കുന്നു. ഇവരിൽ നിന്ന് സുഹൃത നടപടികളുടെ ഹൃദയപരിമളം വിശ്വാസ സ്നേഹവും ശാന്തി സമാധാനവും ഐക്യമുണ്ടാവാൻ നേടിയാക്കണമേ. ആത്മാവിലെ ശരീരത്തിലുള്ളതായി ഹൃദയം കാക്കുന്നതിന് അന്യോന്യം സഹായിക്കുവാൻ ഇവരെ ശക്തരാക്കണമേ. ഇവർ നിന്റെ പിതാവിനും പരിശുദ്ധമായി ഇപ്പോഴുമെല്ലാ സകലതേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഓശോ സനാതനവുമായ കൃപയാലും ഈ മോതിരങ്ങൾ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധാരൂഹായും സ്തുതി. വിശുദ്ധ സഭയുടെ മക്കളുടെ സന്തോഷ പൂർത്തിക്കായി മോതിരങ്ങൾ ആശീർവദിക്കപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലത്തേയുള്ള ഓർമ്മകളിൽ നിന്നിട്ട് നിന്റെ വിവാഹപടിയുടെ മോതിരത്തോടൊപ്പം കാരുണ്യവാനായ കൃപയും അനുഗ്രഹവും നീ പ്രാപിക്കട്ടെ. നന്മകൾ നിറഞ്ഞതുമായ വലത്തുകയും നിന്നോടുകൂടി ആയിരിക്കുകയുമായ ഇഷ്ടാർമ്മനെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർണ്ണമായ വലത്തുകയും അദൃശ്യമായ വിശുദ്ധ സ്ലീഹന്മാരുടെ പ്രകാരം ശ്രേഷ്ഠാചാര്യന്റെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹപടിയുടെ ബോധനം നീ സ്വീകരിക്കുക. ആത്മശരീരങ്ങളുടെ ആരോഗ്യത്തോടും ഹൃദയ സന്തോഷത്തോടും കൂടെ നമ്മുടെ കർത്താവിന് അവന്റെ പിതാവിന് പരിശുദ്ധാരോഹായും നീ സ്തുതി സമർപ്പിക്കണം. വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ അഭിഷിക്തൻ വഴി പൂർത്തീകരിച്ച ദൈവം അന്യോന്യ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ഈ മക്കളെ സത്യത്തിലും നീതിയിലും പൂർണ്ണരാക്കട്ടെ. തങ്ങൾ സ്വീകരിച്ച മോതിരങ്ങളോടുകൂടി സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർ പ്രാപിക്കട്ടെ. കർത്താവ് സകല കപട സ്നേഹവും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിക്കുവാൻ തക്കവണ്ണം സ്നേഹാഗ്നിയാൽ ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. ലില്ലി പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാലനയിൽ തങ്ങളുടെ മനസാക്ഷിയെ നൽകുവാൻ നീക്കുവാൻ ഇവർക്ക് ഇടയാവട്ടെ. പാപരമായ വിവാഹത്തിന്റെ നിർമ്മലവാദിയെ നശിപ്പിക്കുന്ന ദുഷ്ട ആത്മാക്കളിൽ നിന്നും ദൈവം ഇവരെ സംരക്ഷിക്കുമാറാകട്ടെ. കർത്താവ് പരിപാലനയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസ്ഹാക്കിന്റെയും റബേക്കയുടെയും വിവാഹ നിശ്ചയം സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരുടെ ഉടമ്പടിയെയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണമാക്കട്ടെ. മണവാളിനെ തന്റെ വീടുപോടി ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ അക്ഷയമായ മനോഹര ഭൂഷണങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് എന്നതിലധികമായി വിശുദ്ധിയുടെ മുദ്ര കൊണ്ട് ഇവർ അലങ്കൃതരാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും സഹവാസവും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ സംസ്കരണത്തിനും ഉതകുവാനായിട്ട് ദൈവമായ കർത്താവ് ഇടയാക്കട്ടെ. മനുഷ്യവംശത്തെ ദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ട മനുഷ്യരുടെ കൈകളിൽ നിന്നും ദൈവം ഇവരെ സംരക്ഷിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നിന്നും നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഈ മക്കൾക്ക് നൽകുമാറാകട്ടെ.
ദൈവമായ കർത്താവേ, നിന്റെ മഹനീയതയുടെ മുൻപാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീതമായ സന്താനങ്ങളെയും സന്തോഷകാലങ്ങളെയും സുഹൃത്തുക്കളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ച് കൊടുക്കുമാറാകണമേ. നിന്നുള്ള ശുദ്ധിവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തുകയും ഇവരുടെ സന്താനങ്ങൾക്ക് അവകാശമായി കൊടുക്കുവാൻ സഹായിക്കുകയും ചെയ്യട്ടെ. വിജയപ്രദമായ ശ്ലീബായാൽ ഈ മണവാളിനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഞങ്ങളെല്ലാവരിലും നിന്റെ കരുണ വർഷിക്കുമാറാകണമേ. അത്യുന്നതനുടെ മണവാട്ടി വന്നു വിവാഹം ചെയ്തോനെ ദൈവം അംഗീകരിച്ച ഈ കർമ്മത്തിന് സാക്ഷികളാകുവാൻ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ നിങ്ങളുടെ പ്രയത്നത്തിന് 30, 60, 100 മടങ്ങ് അവൻ പ്രതിഫലം നൽകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ ലഭിക്കട്ടെ. നമ്മുടെ കർത്താവിന്റെ ശ്ലീബ രാവും പകലും നിങ്ങളോടുകൂടി സ്തുതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ശുശ്രൂഷയിലെ പരിശുദ്ധ സഭ മണവാളിനും മണവാട്ടിക്കും മോതിരങ്ങളെ നൽകിക്കൊണ്ട് അവരുടെ വിവാഹ നിശ്ചയത്തെ ഉറപ്പിച്ചു. ഈ രണ്ടാം ശുശ്രൂഷയിലെ കിരീടം സ്വർഗത്തിൽ നിന്നും സ്വർഗീയ മണവാളനായ നമ്മുടെ കർത്താവ് ഈ മക്കൾക്ക് പ്രദാനം ചെയ്യുകയാണ്. കിരീടം നൽകുക എന്ന് പറഞ്ഞാൽ ആദിമാതാപിതാക്കൾക്ക് ദൈവം ഏദൻ തോട്ടത്തിൽ വെച്ച് നൽകിയ കിരീടം അവരെ രാജകീയമായിട്ട് ഏദൻ തോട്ടത്തിൽ പ്രതിഷ്ഠിച്ചതായിട്ടുള്ള ദൈവം, ആ ദൈവം ഈ മക്കളെ ഇന്ന് സഭയിൽ അനുഗ്രഹിച്ച് ഭാര്യാഭർത്താക്കന്മാർക്കാക്കി തീർക്കുകയാണ്. അപ്പോൾ അവർക്കെല്ലാം സ്വർഗീയമായിട്ടുള്ള അനുഗ്രഹങ്ങളും എല്ലാ നന്മകളും സ്വർഗത്തിന്റെ എല്ലാ സമൃദ്ധികളും ഐശ്വര്യങ്ങളും നൽകി ദൈവം ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ ഇവർക്ക് വേണ്ടി നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാം. സഭാപിതാക്കന്മാർ, എല്ലാ പിതാക്കന്മാരും ദൈവത്തിന്റെ സന്നിധിയിൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അനുഗ്രഹങ്ങളും കരുണേ രണ്ട് ലോകമേക്കും ചെറിയമാറാകണമേ. ആമേൻ. ദൈവമായ കർത്താവേ, അനശ്വരമായ മണവറയ്ക്കും ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. അവരിങ്ങനെ ക്ഷണിക്കപ്പെട്ട അതിഥികളോടൊപ്പം നിന്റെ ശാശ്വത സന്തോഷത്തിലേക്ക് ഞങ്ങളെയും നീ ക്ഷണിക്കണമേ. അവരോടുകൂടിയും അവരുടെ ഇടയിലും ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോൾ എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. മുറൻ വാലോഹ ദൈവം തൻ കൃപയാ
ദാസരെ വാഴ്ത്തേ ദേവാ ദയ ചെയ്തിടണമേ. ഇവരെ വാഴ്ത്തിയ ദൈവം തൻ കൃപയാ ഈ ദാസരെ വാഴ്ത്തേ ദേവാ ദയ ചെയ്തിടണമേ. യഹോവയാകെ ഇവരെ വാഴ്ത്തിയ ദൈവം തൻ കൃപയാ ഈ ദാസരെ വാഴ്ത്തേ ദേവാ ദയ ചെയ്തിടണമേ. മാറിക്കുമോ ും ദാസരെ വാഴ്ത്തേ ദേവാ ദയ ചെയ്തിടണമേ. കർത്താവേ, പരസ്പരം സംയോജിതരായിരിക്കുന്ന ഈ ദാസരേഖന്റെ നൽവരങ്ങളുടെ സമൃദ്ധി കൊണ്ട് ശ്രേഷ്ഠവാങ്ങി ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ എന്നത് കൽപ്പനകളിൽ നിന്നുള്ള ആനന്ദങ്ങളുടെ പിതാവുതനും പരിശുദ്ധാത്മാവമേ സന്തോഷത്തോട് ആനന്ദത്തോട് കൂടെ നിരസിച്ച് പാടുകയും തിരുസന്നിധിയിൽ ആരാധിക്കുകയും ചെയ്യുമാറാകണമേ. രക്ഷയിലവനേറ്റം ദോഷിക്കും സത്വരമണ നീ നൽകി മഹിമാവി ശിരസിൽ ചൂടിച്ചു മാറിക്കുമോ എല്ലാവരും പ്രാർത്ഥിച്ചവർക്ക് അവനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. നിത്യനായ കർത്താവേ, സ്വകീയരും ഭൗമീകരും നിന്നെ സ്തുതിക്കുന്നു. നീ അധികാരികൾക്ക് കിരീടങ്ങൾ നിർമ്മിക്കുന്നവനാകുന്നു. നീ മോചിക്കുന്നതെല്ലാം മോചിക്കപ്പെടുന്നു, ബന്ധിക്കുന്നതെല്ലാം ബന്ധിക്കപ്പെടുന്നു. മണവാളന്മാർക്കും മണവാട്ടികൾക്കും കിരീടം പ്രദാനം ചെയ്യുന്ന നിനക്ക് നിന്റെ ദാസരുടെ കിരീടങ്ങൾ വാഴ്ത്തുന്ന ഈ സമയത്തും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബഹുകുലവന്യോ സ്വഹായ ദൈവമായ കർത്താവേ, സകല സ്വർഗീയ സൈന്യങ്ങളും ഭക്തിയാദര പുരുഷനെ മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമയമാരത്തിൽ ഫൈതരാകുകയും ചെയ്യുന്നു. കർത്താവേ, അവർണ്ണനീയമായ
നിന്റെ കരുണയോടെയും നിശ്ചയമായ നിന്റെ ദയയോടെയും സമൃദ്ധിയായ നിന്റെ സ്തുതികളിൽ നീ സന്തോഷിക്കുന്നു. ബലഹീനരും മൺമേരുമായ നിങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടതിലൂടെ യാചിക്കണമെന്ന് നീ ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. കൃപാദാനങ്ങൾ നീ ഉത്സുകരാകുന്നു. ശിക്ഷാർഹരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, ദേശാടന ചെയ്യുന്നവരെയും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി കഴിയുന്ന സ്ഥിരവാസികളെ പ്രത്യേകിച്ച് സന്നിഹിതരായ കരുണയുടെ നിഴലിലതയുടെ തളരിലും സങ്കേതം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. എല്ലാ പ്രവൃത്തികളിലും നല്ലവരായി തീരുവാൻ ഇവരെ നീ സഹായിക്കണമേ. ഇവരുടെ പ്രയാണം നിന്റെ സത്യത്തിൽ കൂടെയാകുക നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ നയിക്കണമേ. സ്വർഗരാജ്യത്തിലെത്തിക്കുന്ന നേർപ്പാതയിൽ സഞ്ചരിക്കുവാൻ ഇവർക്ക് നീ കൃപ നൽകണമേ. ഇവർ ആധ്യാത്മിക നൽവരങ്ങളിൽ തൽപരരോ പാപമാനത്തിൽ നിന്ന് അകന്നവരുമായിരിക്കണമേ. ഇവർ ഒരുമിച്ച് ശമിക്കപ്പെട്ട സാത്താന്റെ ദാസ്യത്തിൽ നിന്ന് ഓടിയകന്ന് നിന്റെ പരിസ്ഥിതിയെ സമീപിക്കുവാൻ തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ ഐക്യപ്പെടുത്തണമേ. നീതിയുടെയും സത്യത്തിന്റെയും മണവാളനുമായ കർത്താവേ, ഈ സുഗതദൂതം സ്വീകരിച്ച് നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുന്നിൽ തലകുനിച്ച് നൽകുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. കരുണാപൂർണമായ ഇവരിൽ ആവസിപ്പിക്കണമേ. ഞങ്ങളെല്ലാവരും വലതുമാകുന്നതുകൊണ്ട് നിന്റെ കരുണ്യം ദർശിക്കുന്നതിനും പരിശുദ്ധമാവനും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശു വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും
സ്ലീഹരുടെ സ്തുതി നമ്മുടെ മേൽ അനുഗ്രഹങ്ങൾ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും എല്ലാത്തിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ പിതാവായ ദൈവത്തിനെ കൃതജ്ഞത അർപ്പിക്കുവിൻ. മിശിഹായോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ മിശിഹായുടെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. മിശിഹാ തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ മിശിഹായ്ക്ക് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ മിശിഹാ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിനും ജലം കൊണ്ടും കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മൗത്തപോലെയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിന് അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്നപോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. മിശിഹാ സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മിശിഹായോട് സഭയെ കുറിച്ചാണ് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. ക്ഷീണവനേറ്റം ദോഷിക്കും. ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവമായ കർത്താവ് അതിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച മത്തായി ശ്ലീഹാ എഴുതിയ സുവിശേഷത്തിൽ നിന്നും വാഴ്ത്തപ്പെട്ടവനാകുന്നു നമ്മുടെ ശിക്കായങ്ങളും നാം എല്ലാവരും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മിശിഹായുടെ ഇഹലോകവാസകാലത്ത് ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ പറയുന്നു. യേശു തമ്പുരാൻ യൂദയായുടെ അതിർത്തിയിലെത്തി. വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. പരീക്ഷന്മാരടുത്ത് ചെന്നവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടിയായി പറഞ്ഞു, സൃഷ്ടാവാദി മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ടു ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ആകയാൽ അവർ രണ്ടല്ല
ഒരു ശരീരമാകുന്നു. ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപിരിക്കരുത് ഇത് താഴെ ചെയ്തു. ഉശൈനോ ലഖുൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട പ്രിയ നവദമ്പതിമാരെ, പ്രിയ ജെയിംസ് അച്ഛ, കൊച്ചുകുളം വിളിച്ച മറ്റ് സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മുടെ പ്രിയ മകളാണെങ്കിലും ക്രിസ്ത്യൻ്റെയും വിവാഹത്തിനായിട്ട് എല്ലാവരും ഈ ദേവാലയത്തിൽ ഈ കർമ്മത്തിൽ ഒന്നിച്ച് കൂടിയിരിക്കുകയാണ്. ഈ മംഗള മുഹൂർത്തത്തിന് നമുക്ക് ഈ പ്രിയ മക്കൾക്ക് എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും ദൈവകൃപകളും സ്നേഹപൂർവം ആശംസിക്കാം. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ മക്കളെ, ഇന്ന് നമ്മൾ സുവിശേഷത്തില് കർത്താവിന്റെ വചനം പറയുന്നു. കർത്താവ് തന്നെ നമ്മളോട് പറയുന്നു. പഴയ നിയമത്തിൽ മോശ പറഞ്ഞ കാര്യം തന്നെ എടുത്തു പറയുകയാണ് കർത്താവിന് വിവാഹത്തെപ്പറ്റി. വിവാഹത്തിന്റെ വലിയ കൽപ്പന നമുക്കായിട്ട് അവർ നൽകുന്നത് ഇതാണ്. ദൈവം ഈ പ്രിയ മക്കളെ രണ്ടുപേരെയും സംയോജിപ്പിച്ചിരിക്കുകയാണ്. അവര് ഇന്നു മുതൽ ഏക ശരീരമായിട്ട് തീർന്നിരിക്കുന്നു. അതുകൊണ്ട് പ്രിയ ദമ്പതികൾ ഓർമ്മിക്കുക, നിങ്ങൾ ഇരുവരും വളരെ വ്യത്യസ്തരായിട്ടുള്ള വ്യക്തികളാണ്. നിങ്ങളുടെ മാതാപിതാക്കള്, കുടുംബങ്ങള്, അതിന്റെ പശ്ചാത്തലമെല്ലാം വിഭിന്നമാണ്. നിങ്ങളുടെ അഭിരുചികൾ വ്യത്യസ്തമാണ്. നിങ്ങൾ വളർന്നു വന്ന നിങ്ങളുടെ സ്വഭാവ രൂപീകരണം ഒന്നും ചിലപ്പോൾ താരതമ്യപ്പെടുത്തുവാൻ പ്രയാസമായിരിക്കും. നമുക്കറിയാം, നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലകൾക്ക് അന്തരമുണ്ട്. നിങ്ങളുടെ ജീവിത വീക്ഷണവും ലോകവീക്ഷണവും കാഴ്ചപ്പാടും എല്ലാം വ്യത്യാസമുള്ളതാണ്. ഈ വ്യതിരക്തതയിലാണ് നമ്മുടെ കർത്താവ് നിങ്ങൾ രണ്ടുപേരെയും വിളിച്ച് ഒന്നിപ്പിച്ചിരിക്കുന്നത്. വിവാഹത്തിലൂടെ നിങ്ങൾ സംയോജിതരായിരിക്കുന്നു. ഏക ശരീരമായി ഐക്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാല് നിങ്ങളുടെ വ്യക്തിത്വങ്ങൾ രണ്ടും നിങ്ങൾ ബലികഴിക്കണം എന്നുള്ളതല്ല കർത്താവ് പറയുന്നത്. പിന്നെയോ നിങ്ങൾ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണം. നിങ്ങളുടെ ജീവിതത്തിൽ, അത് നിങ്ങളുടെ വിവാഹ ജീവിതത്തിലും കുടുംബജീവിതത്തിലും എല്ലാം നിരന്തരം ചെറുതും വലുതുമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരുന്നു. പരസ്പര ധാരണയോടും ബഹുമാനത്തോടും ഉത്തരവാദിത്തോടും പരസ്പര സ്നേഹത്തോടും കൂടി വേണം നിങ്ങൾ ആ തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട്. വിവാഹിതരുടെ വ്യക്തിത്വം വിവാഹത്തോടെ നഷ്ടപ്പെടുകയല്ല, അത് ശ്രേഷ്ഠമായ ഒരു തലത്തിലേക്ക്, ദൈവികമായ ഒരു തലത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ സഭയിൽ വിവാഹം കൂദാശയാണ് എന്ന് നമ്മൾ പറയുന്നത്. ദൈവം അവിടെ സംയോജിപ്പിക്കുകയാണ്. നമുക്കറിയാം, മാനുഷികമായിട്ടുള്ള രീതിയിൽ, പദ്ധതിയിൽ ഒക്കെ ആയിരിക്കും നിങ്ങളുടെ ഇരുവരുടെയും വിവാഹങ്ങൾ നിശ്ചയിക്കപ്പെട്ടതല്ല. അതൊക്കെ ശരിയാണ്. എന്നാൽ വെളിപാട് നമ്മളെ പഠിപ്പിക്കുന്നു, ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു, നിങ്ങളെ അനാദി മുതൽ ഭാര്യാഭർത്താക്കന്മാരായിട്ട് ദൈവമാണ് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കാം. ദൈവത്തിന്റെ കൃപ, അതാണ് കൂദാശയിലൂടെ നമുക്ക് ലഭിക്കുന്നത്.
നമുക്ക് ഇരുവർക്കും ലഭിക്കുന്നത് ഔദാസികമായിട്ടുള്ള വലിയ അനുഗ്രഹങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരികയാണ്. ക്രിസ്തുവിന്റെ വരവോടുകൂടി നിങ്ങളുടെ ജീവിതം മാറ്റപ്പെടുകയാണ്, ദൈവീക തലത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ്. അതാണ് ക്രൈസ്തവ വിവാഹം എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ജീവിക്കുകയല്ല, നിങ്ങൾ പരസ്പര സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ജീവിക്കുകയാണ്. ഈ ദൈവ കൃപയുടെ വിവാഹ ജീവിതത്തിന് തീർച്ചയായിട്ടും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ, നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യവും നമ്മുടെ കർത്താവിന്റെ കൃപയും നമ്മുടെ മേൽ ധാരാളമായിട്ടുണ്ടാകും. നമുക്ക് അതിനു വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ രണ്ടുപേരെ ഒന്നിപ്പിക്കുമ്പോൾ, ഐക്യപ്പെടുത്തുമ്പോൾ അത് ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് പറയുവാൻ കാരണം ദൈവത്തിന്റെ വലിയ സ്വഭാവം തന്നെയാണ് കൂട്ടായ്മയിലായിരിക്കുക എന്നുള്ളത്. ക്രൈസ്തവന്റെ ദൈവം എന്ന് പറയുന്നത് ഏക ദൈവമാണ്. എന്നാൽ ആ ഏക ദൈവം 3 ആളുകളുടെ കൂട്ടായ്മയാണ്. ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും കൂട്ടായ്മയിലാണ് ഏകദൈവം നിത്യമായി വസിക്കുന്നത്. ഈ ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിക്കുവാനുള്ള തീരുമാനമെടുത്തത്. ആ തീരുമാനമെടുത്തപ്പോൾ ദൈവം സ്വയം തന്നോട് തന്നെ പറഞ്ഞു, നമുക്ക് നമ്മുടെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന്. നമ്മുടെ ഛായ എന്ന് പറഞ്ഞാൽ എന്താ? ഈ 3 പേരുടെ കൂട്ടായ്മയാണ് ഛായ എന്ന് പറയുന്നത്. 3 ആളുകൾ ഏക ദൈവമായി ഐക്യത്തോടുകൂടി ആയിരിക്കും. അപ്പോൾ അവര് ആ ദൈവം, ഏകദൈവം, ആ ത്രിയേക ദൈവം സൃഷ്ടിക്കുന്ന മനുഷ്യൻ കൂട്ടായ്മയിലായിരിക്കണം. എന്റെ ഛായ അവർക്കുണ്ടായിരിക്കണം, കൂട്ടായ്മയുടെ ഛായ. അതുകൊണ്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ, ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം സൃഷ്ടിച്ചപ്പോൾ പറഞ്ഞത് മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിക്കുന്നു എന്ന്. സ്ത്രീയായിട്ട് മാത്രമല്ല മനുഷ്യനെ സൃഷ്ടിച്ചത്, പുരുഷനായിട്ട് മാത്രമല്ല സൃഷ്ടിച്ചത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സ്ത്രീയും പുരുഷനുമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൂട്ടായ്മ, അതിന്റെ ഛായ മനുഷ്യനിലേക്ക് കടന്നു വരും. അവർ കൂട്ടായ്മയിൽ ജീവിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ഒന്നിച്ച് ജീവിക്കുക, ഐക്യത്തിൽ ജീവിക്കുക, കൂട്ടായ്മയിൽ ജീവിക്കുക. ഇതാണ് ദൈവം ആഗ്രഹിച്ചത്, മനുഷ്യനെ സൃഷ്ടിച്ചത്. സ്ത്രീയും പുരുഷനുമായിട്ട് അതുകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആരെങ്കിലും ഒരാൾക്ക് പ്രാധാന്യം കൊടുക്കുകയല്ല, 2 പേർക്കും ഒരേ പ്രാധാന്യം. അവർ പരസ്പര പൂരകങ്ങളാണ്. അവരോടാണ് ദൈവം ആജ്ഞാപിച്ചത്, നിങ്ങൾ ഭൂമിയിൽ പെരുകുക എന്ന്. അങ്ങനെ കുടുംബം ഉണ്ടായി, മക്കളുണ്ടായി. അവരുടെ പരസ്പര സ്നേഹത്തിലും കൂട്ടായ്മയിൽ നിന്നും മക്കളുണ്ടായി. ആ മക്കളുമായിട്ട് ഒരുമയിൽ കുടുംബത്തിൽ ജീവിക്കണം. ദൈവത്തിന്റെ പദ്ധതിയാണ്, നമ്മൾ ആരുടെയും പദ്ധതിയല്ല, മാനുഷികമായിട്ടുള്ള പദ്ധതിയല്ല, ദൈവത്തിന്റെ പദ്ധതിയാണ്. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതിയുടെ ഏറ്റവും കാമ്പ് എന്ന് പറയുന്നത് ഈ സ്നേഹ കൂട്ടായ്മയാണ്. മനുഷ്യൻ കുടുംബം, അവന്റെ കുടുംബം സ്നേഹത്തിൽ കൂട്ടായ്മയിലായിരിക്കാം. ദൈവത്തെ പോലെ, സ്വർഗീയ കുടുംബത്തെ പോലെ അങ്ങനെ ആയിരിക്കാം. എങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. ഈ ദൈവത്തിന്റെ സ്നേഹ കൂട്ടായ്മ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വരുവാനായിട്ട് ആ പുത്രൻ തമ്പുരാൻ തന്റെ രക്ഷാകരകർമ്മം ചെയ്തതിന് ശേഷം തന്റെ പരിശുദ്ധ സഭയെ സ്ഥാപിച്ചു. ഈ പരിശുദ്ധ സഭയിലെ ഏറ്റവും ചെറിയ ഘടകമാണ് കുടുംബം, ഗാർഹിക കുടുംബം, ഗാർഹിക സഭ.
അതാണ് കുടുംബം. അപ്പോൾ ആ കുടുംബത്തിൽ ദൈവത്തിന്റെ കൂട്ടായ്മയുടെ സ്നേഹം നിറഞ്ഞു നിൽക്കും. ദൈവത്തിന്റെ ആഗ്രഹമാണ്. ദൈവത്തിന്റെ ആഗ്രഹത്തിന് ദമ്പതിമാരെ അനുസരണമുള്ളവരായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങണമെന്ന് നമ്മളെ പഠിപ്പിച്ചതെല്ലാം ഇതാണ്. ഇതാ എന്റെ പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കും. നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. അപ്പൊ സ്നേഹമാണ് കൂട്ടായ്മയുടെ ആത്മാവ് എന്ന് പറയുന്നത്. ഈ സ്നേഹത്തിൽ നിലനിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. കുടുംബത്തിന് സാധിക്കണം. നമുക്ക് നമ്മുടെ സഭയിലത്തിന് സാധിക്കണം. കുടുംബത്തിന് സാധിക്കണം. ആണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് യോഹന്നാൻ ശ്ലീഹ നമ്മളോട് പറഞ്ഞത്. നമ്മുടെ ദൈവം സ്നേഹം തന്നെയാണ്. ദൈവത്തിന് സ്നേഹമുണ്ടെന്നല്ല യോഹന്നാൻ ശ്ലീഹ പറഞ്ഞത്. ദൈവം സ്നേഹം തന്നെയാണ്. അവനൊരു കൂട്ടായ്മയുടെ സ്നേഹമാണ്. ആ കൂട്ടായ്മ കുടുംബത്തിലേക്ക്, സഭയിലേക്ക് ഇറങ്ങി വരണം. പ്രിയപ്പെട്ടവരെ, അതിനായിട്ട് നമ്മുടെ കർത്താവ് ഇറങ്ങി വന്നു. അവൻ നമുക്ക് വേണ്ടിയിട്ട് സ്നേഹം എന്താണ് എന്ന് കാണിച്ചു തന്നു. അവന്റെ സ്നേഹം അവൻ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ വെളിപ്പെടുത്തിയത് കുരിശിലെ തന്റെ മരണത്തിലൂടെ. യേശുക്രിസ്തു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചത് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം നമുക്ക് വെളിപ്പെടുത്തി തരുവാനായിട്ടാണ്. നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബമായിട്ട് നമ്മൾ മാറണം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ എല്ലാം ചുരുക്കം. അതുകൊണ്ടാണ് കർത്താവിന്റെ സ്നേഹം എന്ന് പറയണം. ഇതിന് പറയുന്നത് ഒരു അഗാപേയമാണ്. യേശുക്രിസ്തു കാണിച്ചു തന്നതായ സ്നേഹം. ആ സ്നേഹം എന്ന് പറയുന്നത് ഏറ്റവും അഗാധമായ സ്നേഹമാണ്. ശത്രുക്കളെ പോലും സ്നേഹിക്കുന്ന സ്നേഹം, പ്രതിഫലമൊന്നും ആഗ്രഹിക്കാത്തതായ സ്നേഹമാണ്. സ്വയം നൽകുന്നതായിട്ടുള്ള സ്നേഹമാണ് നമ്മുടെ കർത്താവിന്റെ സ്നേഹം. ത്യാഗത്തിന്റെ സ്നേഹം, സ്വയം ശൂന്യമാക്കപ്പെടുന്നതായിട്ടുള്ള സ്നേഹം, പങ്കുവയ്ക്കുന്നതായിട്ടുള്ള സ്നേഹം. ഇതാണ് യേശുക്രിസ്തു കുരിശിൽ നമുക്ക് കാണിച്ചു തന്നതായ സ്നേഹം. ഈ സ്നേഹത്താൽ നമ്മുടെ ഈ പ്രിയ മക്കൾ നിറയുവാനായിട്ടിടയായി. അതുകൊണ്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മുടെ കർത്താവ് മണവാളനാണ്. അവൻ വീണ്ടെടുത്ത് രക്ഷിച്ചതായിട്ടുള്ള അവന്റെ സഭ അവന്റെ മണവാട്ടിയാണ്. അപ്പൊ നമ്മുടെ കർത്താവ് മണവാളൻ, അവന്റെ മണവാട്ടിയെ വീണ്ടെടുത്തത്, രക്ഷിച്ചത് അവന്റെ ജീവനെ, രക്തത്തെ കൊടുത്തുകൊണ്ടാണ്. ജീവരക്തം കൊടുത്തുകൊണ്ടാണ്, ജീവനെ നൽകിക്കൊണ്ടാണ്. ഈ ഒരു വലിയ സ്നേഹമാണ് തീർച്ചയായിട്ടും വിവാഹ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഈ പ്രിയ മക്കൾക്കുണ്ടാകാൻ. കർത്താവിന്റെ സ്നേഹം അത് നിറയുക. ദൈവീകമായ സ്നേഹമാണ്. സ്വയം ശൂന്യവൽക്കരിക്കുന്നതായ സ്നേഹം. ഒരു പാർട്ടി മറ്റേ പാർട്ടിയെ മുഴുവനായിട്ട് തന്നെ സ്വീകരിക്കുന്നതായിട്ടുള്ള സ്നേഹം. ആ ആളുടെ, പങ്കാളിയുടെ എല്ലാ പരിമിതികളെയും സ്വയം മനസ്സിലാക്കി ആ പരിമിതികളോടുകൂടി തന്നെ പങ്കാളിയെ സ്നേഹിക്കുക. അങ്ങനെ ഒരു വിവാഹ ജീവിതം ഇവർക്ക് നമുക്ക് നേരാം. അതിനെ പരിശുദ്ധാത്മാവ് എപ്പോഴും ഇവരുടെ കൂടി ഉണ്ടായിരിക്കണം. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ കൂദാശയായിട്ടുള്ള ഈ വിവാഹ കൂദാശ സ്വീകരിക്കുന്നത് യേശുക്രിസ്തു ഇവരിൽ നിറയും. യേശുക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിങ്ങളുടെ വിവാഹ ജീവിതത്തെയും പിന്നീട് ഉള്ള കുടുംബ ജീവിതത്തെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ നിങ്ങൾ ഒരിക്കൽ കൂടി എല്ലാ മംഗളങ്ങളും കൃപകളും സ്നേഹപൂർവ്വം നാമകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചോദിക്കുന്നു. ദൈവം വയ്ക്കപ്പെടുന്ന ശിരസുകളും എന്നേക്കുമായി ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെടുന്നു. the
Yabusoye Barishi വൈദിക ശംസ്മാ ദീപം നൽകൂ നാഥ മുടിയാൽ മണവാളൻ മണവറയ മണവാട്ടിക്കും വാനിൽ നിന്നോരു മകുടം കത്തൻ കയ്യാലിറങ്ങി മണവാളിനെ ശ്രേഷ്ഠാചാര്യൻ ആണിക്കും മകുടം വൃന്യം മഹിതാചാര്യന്മാരാ മസിഹാമൃതനാരചിതം മകുടമുപാരം രുചിരം Krilo bided mora Mensmayo soya noge Delatno yoye Krilo Dabu soye Barishi സത്യമനാള വരുന്നീ നിന്നോടൊപ്പം ഞങ്ങൾ മോഹിച്ചിടും സദനം കർത്താവിന്റെ നീതിയുടെ കിരീടമണിക്കുകയും അനശ്വരതയുടെ അലങ്കാരങ്ങളാൽ ഭൂഷിതരാക്കുകയും ശത്രുവിന്റെ സർവശക്തിക്കുമെതിരായി അജയമായ ആയുധത്തിനെ ധരിപ്പിക്കുകയും ചെയ്യട്ടെ. Klilo bide mora Mensmayo soya noge Dehal soyoye Klilo Dabu soye Barishu Hado mora Biragome Yokobe Moksam Shode Umasre Badri Lehu Ukalloso Baguno Neihe വാനിൽ നിന്നോരു മകുടം കത്തൻ കയ്യാലിറങ്ങി മണവാട്ടിയ ശ്രേഷ്ഠാചാര്യൻ അണിക്കും മകുടം ബ്രഹ്മ്യം Hukumu safi kilo Lagdal malko siho Vidai kohara sahayo Dari sab hasno halso Klilo bided mora Mensmayo soya noge Dehal soyoye Klilo Dabu soye Barishu Manavalan magulam Tirupul modiyodugamam Manavakiyude magulam Sadimarmoliyodugamam നീതിയുടെ കിരീടവും അനശ്വരതയുടെ മോഹിനി അലങ്കാരങ്ങളും കർത്താവിനെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അർപ്പിച്ചുകൊണ്ട് ആയുഷ്കാലം സന്തോഷിക്കുവാൻ നിനക്ക് സംഗതിയാകട്ടെ. ആമീൻ സഭയുടെ
ചിഹ്നം ആശീർവദിക്കപ്പെടുന്നു. ബാക്കിയോ വിജയ കൊടി സ്ലീബാ നമ്മെ രക്ഷിച്ചിടും സ്ലീബായിൽ പുകഴും മനുഷ്യ ജീവിതത്തിൽ ഇഷ്ടം തോന്നുന്ന കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തുഷ്ടനായി നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കട്ടെ. സ്വകീയ മണവാളനായ മശിഹ തന്റെ യഥാർത്ഥ മണവാളത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. വിശുദ്ധന്റെ സഭയിൽ സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും അന്യോന്യം സന്തോഷിക്കുവാനിടയാകട്ടെ. കരുണയുള്ള തന്റെ വലതുകൈ നിങ്ങളുടെ മേൽ ആവശ്യപ്പിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ അവൻ സംരക്ഷിക്കട്ടെ. സമാധാനദൂതനും നിങ്ങളോടുകൂടി ആയിരുന്ന പിശാചിന്റെ ചതിയിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. മരകമായ അസൂയയിൽ നിന്നും ദൈവം നിങ്ങളെ രക്ഷിക്കുകയും പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിനും സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾ വർദ്ധിച്ചു വരികയും ഈ ഭൂമിയിൽ നിറയുകയെന്ന് നോഹയോടും മകളോടും കൽപ്പിച്ചുകൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ച വാഴ്വ് നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുത്ത അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തു നിന്നും മഞ്ഞും മഴയും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വ സൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ഐശ്വര്യങ്ങളാലും സമ്പാദ്യങ്ങളാലും സൗഭാഗ്യങ്ങളാലും ദൈവം നിങ്ങളെ സമ്പന്നരാക്കട്ടെ. ഇസ്രായേലിൽ നിന്നും പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി ശിനാമിന് മേൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി അർപ്പിക്കാം. Moyo na himmelay no nawe
മാറി തുറന്നേ യാചന കേട്ടിനാത്മാക്കളുടെ കൃപ ചൊരിയണമേ. ദൈവതനോജ നദികളെയും ശിരസിൽ ചൊല്ലിടും മാകുടങ്ങളെയും മാറ്റിയിടേണം വലതുകരം നീക്കി. നാമം ചൊല്ലി ആശിസേകണം ഇവരുടെ കാലം വാഴ്വാനീടേണം. പാവനമായ സുന്ദരികൾ തന്നഭ്യർത്ഥനയാലെ വാഴ്ത്തണമേ ജനനിവരത്തെ എന്നും നാദാസ കിന്നരമേറ്റി സ്തുതി പാടിടാന ഇവരുടെ വദനമൊരുക്കുന്ന മാറ്റിയിടണമേ നീ. സർവം ശ്രദ്ധിച്ചഭ്യർത്ഥനേ കൈക്കൊള്ളുന്നോനേ പ്രാർത്ഥനകേട്ട് ആത്മാവിന്റെ കൃപയുണ്ടാകണം. പ്രിയ സഹോദരങ്ങളെ, നാം ഇവരുടെ ദൈവവാദസന്നിഹിതനായ അവസരത്തിൽ വിശ്വാസികളെ കൊണ്ട് ദോഷിക്കുകയും നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും തൽപരരും നല്ല കാര്യങ്ങളിലും സായുധമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്നൊരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധന്മാരെ നാം സ്വീകരിച്ചിട്ടുള്ളതും ബഹുമാനരായ പൂർവികന്മാർ നമ്മെ പരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ദൈവസന്നദ്ധിയിലും നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ സിംഹാസനമായ ബലിപീഠത്തിന്റെയും ശ്രീവായുടെയും വിശുദ്ധേവങ്കേലിയുടെയും ഈ സമൂഹത്തിന്റെയും മുൻപാകെയാകുന്നുവെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുവേ. മനോഗതം നിങ്ങൾ അറിയാത്തവന്റെ എല്ലാം അറിയുന്നതിന്റെ സന്നിധിയിലെത്രേ നിങ്ങൾ നൽകുന്നത്. ഇപ്പോൾ മുതൽ ഞാൻ നിങ്ങളെ അന്യോന്യം ഫലമേൽപ്പിക്കുന്നു. ഇനിയും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിങ്ങൾ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുന്ന പക്ഷം ഞാനതിൽ കുറ്റം ഇല്ലാത്തവൻ ആയിരിക്കും. പട്ടക്കാരിലും ശമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളിനും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും സമൃദ്ധമായി ആവശ്യമാറാകട്ടെ. അനുഗ്രഹീതയും മാതാവുമായ വിശുദ്ധ കന്യകമറിയാമിന്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിച്ചവരുടെ കൽപ്പനകൾ ആചരിച്ച സകല വിശുദ്ധരുടെയും പ്രാർത്ഥന മുഖാന്തരം യേശുമിശിഹായുടെ വലത് കൈ നാം എല്ലാവരിലും എപ്പോഴും വസിക്കുമാറാകട്ടെ. വിശ്വാസികളെ, ഈ അനുശാസനങ്ങളിൽ എല്ലാവരോടും ഉള്ളതാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുക. നിങ്ങൾ ഓരോരുത്തരും അവനവന്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് ശ്രദ്ധിക്കുക. എന്തെന്നാൽ അവൾ സ്വജനങ്ങളെ വിട്ട് ഭർത്താവിനോട് യോജിച്ചിരിക്കുന്നു. അതിനാൽ അവൻ അവളെ പ്രീതിപ്പെടുത്തി അവളോട് ദയാവം വർദ്ധിക്കണം. സുപ്രാണനെ പോലെ അവൻ അവളോട് വർദ്ധിക്കണം. അവൻ വിശുദ്ധനാലും അവൾക്ക് ഭക്ഷണം കൊടുക്കണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിക്കുവാൻ കൊടുക്കണം. അവളും അവനെ യഥോചിതം പരിചരിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. സകലത്തിലും സൗഹാർദ്ദത്തോടും സ്നേഹത്തോടും കൂടെ അവൾ അവന്റെ അടുക്കൽ പെരുമാറണം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപ ഞങ്ങളിൽ നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സർവ്വശക്തനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം സമാപരണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. വാഴ്ത്തപ്പെട്ടവരാകുന്നു. വിശുദ്ധമറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സ്തുതിയുടെ രാജാവ് ഹാലേലുയ, ഹാലേലുയ.
ദൈവമായ രാജ കാമിനിയും നിന്നഴകരജൻ മോഹിപ്പാം ഹാലേലൂയായോ ഹാലേലൂയ നിഞ്ചൻ മോക്കായി പ്രതിഗ്രഹവും പാലിക്കുമോ മാതൃജനത്തിൻ പ്രാർത്ഥന അടികളെയും നിൻ കോപത്തിൽ വടികളെയും മാറ്റിയിടേണം കർത്താവോട് അടികളെയും തൻ കോപത്തിൽ വടികളെയും മാറ്റിയിടാം. നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടി സംബന്ധിച്ച നമ്മളോരോരുത്തരെയും ദൈവം അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ മരിച്ചുപോയവരെയും ഈ നവദമ്പതികളെയും അവിടുത്തെ പ്രകരങ്ങളിൽ സ്വീകരിക്കുമാറാകട്ടെ. ബലഹീനമുള്ളതുമായ നിങ്ങളുടെ ഈ പ്രാർത്ഥനകൾ അങ്ങയുടെ ഉന്നതമായ സിംഹാസനത്തിൽ മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി തിരുമാറാകണമേ. ആ